ആ ഡ്രൈവർ ആ യാത്രയിൽ ഒന്ന് ഉറങ്ങിപ്പോയിരുന്നുവെങ്കിൽ ഒരു KSRTC യാത്രക്കാരൻ്റെ അനുഭവം കേൾക്കുക. പാലക്കാട് സ്വദേശിയായ ഷിബു എന്ന റിട്ടയർഡ് ആർമി ഓഫീസർ തൻ്റെ മകളുമായി ഇക്കഴിഞ്ഞ 17-ാം തീയതി തൃശ്ശൂരിൽ നിന്നും മൈസൂരുവിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്ത അനുഭവം വിവരിക്കുന്നത് കേൾക്കുക. നാടിന് ബാധ്യതയായി മാറിയ മന്ത്രി ഗണേശനും KSRTCയിലെ കൊലകൊല്ലികളും ഇത് ചെവി തുറന്ന് കേൾക്കുക. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ നരാധമന്മാരെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ഗണേശ, നീ വെറുതെ ഇരുന്ന് തള്ളുന്നതല്ലാതെ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഉവ്വ, അതിനല്ലേ നേരം. ഷിബു എന്നാണ് എൻ്റെ പേര് കേട്ടോ. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഒരു സാറിന്റെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാറുണ്ട്. എൻ്റെ 88 വയസ്സുള്ള എൻ്റെ ഫാദറും സാറിന്റെ ഒരു ഫോളോവറാണ്. ഇന്ന് നമ്മുടെ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സാറിന്റെ ഉദ്യമത്തിന് ഒത്തിരി നന്ദി. ദൈവവിശ്വാസം ഉള്ളവരെ പോലും വിശ്വാസം ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. അപ്പൊ അത് എവിടാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാൻ സാറിന്റെ ചാനൽ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിളിച്ചത് സാറേ, കഴിഞ്ഞ 17-ാം തീയതി ഞാൻ മൈസൂരിൽ വരെ ഒരു KSRTC ബസ്സിൽ പോയിരുന്നു. അവരുടെ സ്ഥിതി വളരെ മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം ഓണം കഴിഞ്ഞ അടുത്ത ദിവസമാണ്, എനിക്കൊരു അത്യാവശ്യത്തെ കാര്യമായതുകൊണ്ട് ഞാൻ ബസ്സിൽ പോയത്. KSRTC തൃശ്ശൂർ നിന്ന് മൈസൂർ വരെ നമ്മുടെ മുത്തങ്ങ വഴിയുള്ള റൂട്ട് 11 മണിക്കൂർ യാത്രയിൽ ഒറ്റ ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ വൈകിട്ട് ഇവിടുന്ന് 6:20 ഷെഡ്യൂൾ കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 5:10 റോഡും മറ്റ് കണ്ടീഷനും ശരിയാണെങ്കിൽ അവിടെ എത്തേണ്ടത് മൈസൂര്. പക്ഷെ നമ്മുടെ ഷൊർണൂർ തൊട്ട് ഇവിടെ നമ്മുടെ നെന്മണ്ണ വരെയുള്ള റോഡ് വളരെ മോശമാണ്. അത് കാരണം അരീക്കോട് എത്തുമ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് 4 മണിക്കൂർ എടുത്തു. എന്നിട്ട് രാത്രിയിൽ ഈ മനുഷ്യൻ ഉറക്കമൊഴിച്ച് ഇവിടുന്ന് വെച്ച് പിടിച്ച് ആ മോശമായ ഫോറസ്റ്റ് റോഡിൽ കൂടെ അവിടെ ചെല്ലുമ്പം രാവിലെ 7 മണിയായി. ഞാൻ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പേര് പറയാൻ വിസമ്മതിച്ചു. പുള്ളി ഒരു തൊടുപുഴക്കാരനായ നല്ലൊരു ഡ്രൈവറാണ്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞത് ഈ പുള്ളിക്ക് ഇതേ വണ്ടി അവിടുന്ന് 9:45 എടുത്തിട്ട് തിരിച്ച് തൃശ്ശൂർ എത്തിക്കണം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 4 മണിക്കൂർ പോലും മനുഷ്യന് റെസ്റ്റ് ഇല്ല. ഈ സാധാരണ ട്രിപ്പുകളിലെ ഒരു ഡ്രൈവറും കണ്ടക്ടറും അവരെ ഷിഫ്റ്റ് മാറി മാറി ഒഴിച്ച് 2 പേരും ഡ്രൈവേഴ്സും 2 പേരും കണ്ടക്ടർ ഡ്യൂട്ടിയാണ് സാധാരണ ചെയ്യുക. പക്ഷെ ഈ ദിവസം ഞാൻ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനുഷ്യൻ 11-22 മണിക്കൂർ ഓടിക്കുന്നതാണ്. അപകടം മനുഷ്യനിലെ ഏതെങ്കിലും കാരണവശാലും ഉറങ്ങിപ്പോയ അവസ്ഥ എത്ര പേരുടെ ജീവനാണ്. അല്ല സാറേ, അതെ, ബസ്സിന്റെ കണ്ടീഷൻ കൂടെ ഒന്ന് ആലോചിച്ചു. ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്, അതായത് ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നദിന് ബസ് ഫുള്ളാണ്. അതായത് സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ് ബസ്സിനകത്ത് ഒരു 10-15 പേര് നിപ്പുണ്ട്. മൈസൂർക്ക് പോകുന്നവരെല്ലാവരും നിന്നാ പോകുന്നത്. ഇവിടുന്ന് ഇവരെയും വെച്ചുകൊണ്ടാണ് ചുരം കയറി ഈ ഉറക്കം വെച്ച് ഈ മനുഷ്യൻ അവിടെ എത്തുന്നത്. പിറ്റേ ദിവസം അവിടുന്ന് അതേപോലെ തന്നെ തിരിച്ചും കൊണ്ടുവരും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ. മനുഷ്യന്റെ ഡെഡിക്കേഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പുള്ളി പേര് പറഞ്ഞാൽ പോലും ഞാൻ സാറിനോട് പറയുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 3 സ്ഥലത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വളരെ സരസമായിട്ട് തന്നെ സംസാരിച്ച് ഈ ജോലിഭാരത്തെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നത് കേട്ടാൽ സങ്കടം പോകും. എന്നിട്ടാണ് ഇവർക്ക് ശമ്പളം പോലും കൊടുക്കാത്തത്, ഡിലേഡ് പേയ്മെന്റ്. ഞങ്ങൾ എല്ലാ ഷെഡ്യൂളും റൈറ്റ് ടൈമിൽ ഓടിക്കുന്നുണ്ട്, മറ്റേ മറിച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ ഏറ്റവും തല്ലിപ്പൊളി ബസ്സാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന സീറ്റ് മുഴുവൻ ചാടുന്ന ബസ്സാണ്. അത് ഓടിച്ചുകൊണ്ടാണ് ഈ പുള്ളി 11 മണിക്കൂർ ഒരു കോളം കണ്ണടയ്ക്കാതെ 3 ചായയും കുടിച്ച് അവിടെ പോകുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തിരിച്ചുകൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല സാർ. അതുകൂടെ കേട്ടോളൂ ബാക്കി. അടുത്ത വൈകുന്നേരത്തെ ട്രിപ്പ് പുള്ളിക്ക് പോകണം. അത് ഈ പറഞ്ഞ പോലെ 2 സ്റ്റാഫുള്ള വണ്ടി വീണ്ടും മൈസൂർക്ക്. ഓണമായതുകൊണ്ട് ഒത്തിരി പേര് ലീവിലാണ്. ഈ മനുഷ്യൻ 18 ദിവസമായിട്ട് കണ്ടിന്യൂസ് ജോലി ചെയ്യുക. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നു മനസ്സിലാകുന്നില്ല. എങ്ങനെ ധൈര്യത്തിൽ ആ മനുഷ്യന്റെ പ്രൊഫഷണലിസത്തെ മാനിക്കുന്നു. പക്ഷെ ഇങ്ങനെയാണോ ഒരു മനുഷ്യൻ വർക്ക് ചെയ്യേണ്ടത്? അല്ല, അതിനകത്ത് അതല്ല, ചിലപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം കുറച്ചുകൂടെ എങ്ങൊക്കെ ആണെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഡ്യൂസിയസിൽ പോകാം. പക്ഷെ മനുഷ്യനല്ലേ ഒരുപോലെ കണ്ണടച്ചു പോയാല ഒരു വണ്ടിയിൽ എത്ര പേരുണ്ട് നിറച്ചതുപോലെ. പ്രായം 55 ഇനി എന്നോടൊരു അടുപ്പിച്ച് 2 ദിവസം ഒന്ന് ഉറക്കൊഴിക്കാൻ പറഞ്ഞ എന്റെ സ്ഥിതി എന്താണ്? ഞാനൊരു എക്സ് സർവീസ്മാൻ കേട്ടോ, ഇവിടെ പറയാം. ആയ കാലത്ത് ഉറക്കൊഴിച്ച വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ഈ പ്രായത്തിൽ പുള്ളിക്ക് എന്റെ ഏകദേശം അതേ പ്രായമുണ്ട്. കാരണം തലയും താടിയൊക്കെ നരച്ച വ്യക്തിയാണ്. പ്രാരാബ്ദമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. 2 മക്കളുടെ ഫാദറൊക്കെയാണ്. പക്ഷെ പുള്ളി നല്ലപോലെ തന്നെ ഷെയർ ചെയ്തു. ഇന്നത്തെ സ്ഥിതി വളരെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അംഗീകൃത യൂണിയനിലൊന്നുള്ള വ്യക്തി ആയിരിക്കുകയില്ല. കാരണം രസം എന്താ പറയുക, 6:20 സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രിപ്പാണ്. പുള്ളി വന്ന് ബസ് എടുത്തപ്പോൾ 6:50. എന്താ കാരണം അറിയോ? പോടേണ്ട വ്യക്തി തന്നെ അവിടെ ഇല്ല. ട്രിപ്പ് മുടക്കാനും പറ്റുകയില്ല. ഇവരെനിക്ക് തോന്നുന്നു പുള്ളി റെസ്റ്റിലുണ്ടായിരുന്ന പുള്ളിയെ വിളിച്ച് കയറ്റിയത് 2ാമത്.
ഈ മനുഷ്യൻ തന്നിട്ട് ഈ 11 മണിക്കൂർ ഓടിച്ചുകൊണ്ട് പോകണം. വീണ്ടും 4 മണിക്കൂർ റെസ്റ്റ് ഒഫീഷ്യലി, അതൊരു 3 കിട്ടിയുള്ളൂ. വീണ്ടും 11 മണിക്കൂർ ഓടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് കിട്ടുന്ന 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 5.5 മണിക്കൂർ വന്ന് 5.5 മണിക്കൂർ അനദർ വേ, വീണ്ടും എടുത്ത 2 നൈറ്റും കൂടെ പുള്ളിക്ക് ഓടിക്കണം. ഒന്ന് ആലോചിച്ചു, ഇത് എവിടെ പോയി അവസാനിക്കും? യാത്രക്കാരുടെ സുരക്ഷ എവിടെയുണ്ട്? ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് കണ്ണടച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോളെയും കൊണ്ടാണ് പോയത്. അവളവിടെ ഒരു അത്യാവശ്യത്തിന് പോയതാണ്. പുള്ളിക്കാരി പോലും ഉറങ്ങുന്നില്ല. കാരണം ഈ സ്ഥിതിയൊക്കെ കാണുമ്പോഴേ എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് കേട്ടിട്ട് ഞാനൊരുപാട് കണ്ണടച്ചിട്ടില്ല. കാരണം ആ മനുഷ്യന്റെ കൂടെ എൻ്റെ മനസ്സ്. ഓരോ പ്രാവശ്യം പുള്ളി ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഞാനും കൂടെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒട്ടും ഇതില്ല കേട്ടോ. അതായത് കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒന്നുമല്ല. ഇതാണ് സ്ഥിതി എന്ന് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. മേളിലിരിക്കുന്നവന്മാർ ഇതുപോലെ ഓരോ സ്പെയർ പാർട്സ് മേടിക്കുന്നതിലും എല്ലാത്തിലും തീവട്ടി കൊള്ളകൾ നടത്തി, ഇലക്ട്രിക് ബസ് എന്നും പറഞ്ഞ് നിരത്തിന് പറ്റാത്ത വണ്ടികളും മേടിച്ചു കൂട്ടി, കടബാധ്യത കൂട്ടി, ഒരു സൈഡിൽ കൂടെ മുടിപ്പിക്കുന്നു. ഇതുപോലെ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് റെസ്റ്റും ഇല്ല, പൈസ ഇല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോളാം. ആ മനുഷ്യന്റെ നല്ല സ്വഭാവത്തെ പറ്റി പറയാം. അരീക്കോട് ഭാഗത്ത് എത്തിയപ്പോൾ വണ്ടി ഓൾറെഡി ലേറ്റാണെന്ന് ആലോചിക്കണം, 2 മണിക്കൂറോളം. എന്നിട്ടും പാസഞ്ചർ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, മൊബൈൽ വഴി കണ്ടക്ടറെ വിളിക്കും, ഞാനിതാ ഇവിടെ എത്തി. അവർക്ക് വേണ്ടി അവിടെ ഏകദേശം 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ലക്കിടിയിൽ ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഈ വണ്ടി കിട്ടാഞ്ഞിട്ട് ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫും അവർ ബുക്ക് ചെയ്ത വ്യക്തികളാണ്. ഇവരാ എയർപിന് വേണ്ടി കയറി വരിക, അവിടെ ഏതാണ്ട് ബ്ലോക്കായി. നമ്മുടെ വണ്ടി മുന്നേ പോയി അവിടെ നിൽപ്പുണ്ട്. ഇവരാ വഴിയിൽ നിന്ന് വരേണ്ട പാർട്ടിയാണ്. ഇതിനു വേണ്ടി മനുഷ്യൻ വീണ്ടും വെയിറ്റ് ചെയ്തു. അവിടെ മനുഷ്യത്വത്തിനൊട്ടും കുറവില്ല. അപ്പോഴും ഇത്രയും ആക്ഷേപം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇത്രയിലൊക്കെ ഓടി പോകുന്നത്. അതെ, ഇത്രയും ഈ തട്ടിപ്പുകാരന്മാരും കൊള്ളക്കാരന്മാരും എല്ലാം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോഴും ഇത് ഇപ്പോഴും നിന്നൊക്കെ പോകുന്ന ഇതുപോലുള്ള പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ പറയുകയാണ് ഇത് ഡ്യൂട്ടിക്ക് ആളില്ല, ഒന്ന് പോടേന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? അല്ല, പുള്ളി വേണമെങ്കിൽ ഒരു സിക്ക് ലീവ് എടുക്കാം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആയിട്ട് പോലും പലർക്കും പേടിയാവും. ഇനി അതിനെ വിമർശിച്ചാലും വല്ല സ്ഥലം മാറ്റി കളയുവോ, അല്ലെ സസ്പെൻഷനാക്കുവോ, പണി പോവോ, ഈ പേടിയുടെ പുറത്തായിരിക്കുമല്ലോ. താങ്കൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഇത്രയും വയസ്സുണ്ടെന്ന്. അങ്ങനെ ഇത്രയും വയസ്സൊരാൾ ഇത്രയും എങ്ങനെയായാലും കാണും. അത്രയും ഒരു ഹെവി ലോഡ് എടുക്കുമ്പം ഒരിക്കലും ഒരു 100% ഒരു ഹാപ്പിയോടുകൂടി ആയിരിക്കത്തില്ലല്ലോ. അല്ല, പക്ഷെ പുള്ളി അത് ബോഡിയിലി അല്ലെങ്കിൽ ഫേഷ്യലി ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ പാസഞ്ചേഴ്സിനോടും കംഫർട്ടബിൾ ആയിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. ഈവൻ ഒരു ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ സൈറ്റിങ്ങിന് വേണ്ടി അവിടെ നിർത്തി പുള്ളി. എന്നിട്ട് ലൈറ്റ് അടിച്ച ആളുകളെ കാണിച്ചു കൊടുത്ത് ഓരോരുത്തരായിട്ട് വന്ന് ഫ്രണ്ട് വന്ന് ഫോട്ടോ എടുത്തോളാം പറഞ്ഞു. പക്ഷേ ഷട്ടർ ഒരു കാരണവശാലും തുറക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. പുള്ളി വേറൊരു കാര്യം കൂടെ, പ്രൊഫഷണലിസം ഞാൻ പറയുകയാണ്. പുള്ളി ആനക്കൂട്ടത്തെ കണ്ട് ലൈറ്റ് അടിക്കുകയല്ലാതെ, അതായത് ഡിമ്മും അപ്പ് ലൈറ്റും അടിക്കുകയല്ലാതെ ഒരു ഹോൺ പോലും അടിച്ചിട്ടില്ല. അതായത് അവർ പോകുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്തു സമാധാനമായിട്ട്. ഒരു ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് അവിടെ നിൽക്കുക മുത്തങ്ങ ഭാഗത്ത്. അതൊന്ന്. രണ്ടാമത്, കഴിയുന്നിടത്തോളം പുള്ളി കംഫർട്ടബിൾ ആയിട്ടാണ് ഓടിച്ചുകൊണ്ട് പോയത്. റോഡ് വളരെ മോശമാണ്. 18 ദിവസമായി കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ മനുഷ്യൻ. ഇടയ്ക്ക് ഒരു 1-2 ബ്രേക്ക് കിട്ടിക്കണം. ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ്. ഇയാളെ എന്തുകൊണ്ടും മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇയാളെ റൂട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടാണ്. വയനാട് ചുരം കയറി വണ്ടി ഓടിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഓവർ ടാക്സ് ചെയ്യുന്നത്. സത്യമല്ലേ സാർ? അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ഒത്തിരി സിസ്റ്റം ഓടിപ്പോകുന്നത്. ബാക്കി എല്ലാവർക്കും കൊടി പിടിക്കാനും ഫണ്ടിൽ പൈസ അടയ്ക്കാനേ അറിയത്തുള്ളൂ. പറയുന്ന ഉടനെ തന്നെ ചാലഞ്ചും, കഴിഞ്ഞ ചാലഞ്ചിൽ കൊടുത്തതാണ് ഞാൻ പൈസ, ഈ ചാലഞ്ചിൽ ഒറ്റ പൈസ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കണക്ക് കാണുന്നോണ്ട് കൊടുക്കാനും തോന്നില്ല, കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.